നമുക്കും നഷ്ടപ്പെട്ട നമ്മളുടെ നാടൻ ഓർമ്മകളുമായി ഫുജറ FCMC ഫുഡ് ഫെസ്റ്റ് 2019 നിങ്ങൾക്ക് മുമ്പിൽ അഭിമാന പുരസ്കാരം സംസ്കരിക്കുന്നു. കൃപ നിറഞ്ഞ കുടുംബം തെരുവ് നാടകം. കൂട്ടുകാരെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് വെറും ഒരു പഴങ്കഥയല്ല, മറിച്ച് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്ന് പാവാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് കൃപ നിറഞ്ഞ കുടുംബത്തിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രേരണ, ഒരു ചിന്ത. നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഞാൻ ആദത്തിന്റെ പിൻഗാമി. പ്രപഞ്ച സൃഷ്ടി എന്ന ഉദാത്തമായ പ്രവൃത്തിയിൽ ദൈവം കളിമണ്ണ് പൊളിച്ച് തന്റെ ഭുജം കൊണ്ടുണ്ടാക്കിയ ആദിമ മർത്യന്റെ പിൻഗാമി. ആ ആദിമ പിതാവിനെ കുറിച്ച് മാലോകർ മൊഴിയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കൃപ നിറഞ്ഞൊരു മർത്യൻ, ദൈവം നിറഞ്ഞൊരു മർത്യൻ, ഏകനായൊരു മർത്യൻ, ദൈവം തുണയായി നാടിയെ നൽകി. തന്നാരോ 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 ദൈവത്തിൻ രൂപം തെളിഞ്ഞു നിന്നൊരു മനുഷ്യൻ. കൃപ നിറഞ്ഞൊരു തോട്ടം, ആദിമ സുന്ദര ആദ്യ കുടുംബം. തന്നാരോ 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 തന്നാരോ. അതെ അതെ, ആ ഏതേൻ തോട്ടം ദൈവത്തിന്റെ സ്വന്തം തോട്ടം. സുഖസമൃദ്ധിയും അനുഗ്രഹപ്രദവുമായ ആ തോട്ടത്തിൽ ആദിമ മനുഷ്യൻ ഒരു സ്വപ്നത്തിലെന്ന പോലെ സസന്തുഷ്ടം ജീവിച്ചു. സംഭവിച്ചു. മനസ്സിന്റെ ശൂന്യതയുടെ ഏകാന്തത ദൈവം മനസ്സിലാക്കി. അവന്റെ ശൂന്യതയുടെ ഏകാന്തത ദൈവം തിരിച്ചറിഞ്ഞു. അഗാധ നിദ്രയുടെ ഏതോ ഒരു യാമത്തിൽ അവന്റെ ഭാര്യയിൽ ഒന്നെടുത്ത് ദൈവം അവനെ സൃഷ്ടിച്ചു, അവന് കൊടുത്തു. ദൈവം അനുഗ്രഹിച്ച ആദ്യത്തെ കൃപ നിറഞ്ഞ കുടുംബം. കൃപ നിറഞ്ഞ കുടുംബം. കൃപ നിറഞ്ഞ കുടുംബം. യാദത്തിന്റെ പിൻഗാമി നീയും നിന്റെ പിതാക്കന്മാരെ ഉൾപ്പെടുന്ന പരമ്പര അതിമനോഹരമായ ഒരു ജീവിതക്രമത്തിന്റെ ഉന്നതിയിൽ വിരാജിക്കുകയാണെന്നോ എനിക്ക് അസൂയ തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല. ആ കൃപ നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് നഷ്ടമായി. നീ എന്താണ് പുലമ്പുന്നത്? ഞങ്ങളുടെ നായകർക്ക് അശ്വസ്യമായ ആ ജീവിതം, ആ മനോഹര തീരം നീ നഷ്ടപ്പെടുത്തിയല്ലോ. ആ മനോഹരമായ പറുദീസ ഞങ്ങൾക്ക് നഷ്ടമായി. പൈശാചിക ചിന്തയുടെ ഏതോ യാമത്തിൽ സ്വയം മതിമറന്നു ആ പാപവിഷകലത്തിന്റെ മാധുര്യം അവർ ആസ്വദിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ ദൈവത്തിൽ നിന്നോടി ഒളിച്ചു. ഇത്രയും
വിവേകശൂന്യനാണോ നിന്റെ ആ പിതാമകൻ? ഏവരും മനസ്സിൽ കൊതിക്കുന്ന നയന മനോഹര അനുഗ്രഹപ്രദമായ പ്രദേശം വരും ഒരു ആപ്പിളാൽ നഷ്ടമാക്കിയെന്നോ? ഛേ, എനിക്ക് പുച്ഛം തോന്നുന്നു. നിർത്ത്! നിർത്ത്! പിതാമകൻ നഷ്ടമാക്കിയതല്ല എന്റെ പ്രശ്നം. എന്റെ ജീവിതത്തിലും മനസ്സിലും ഒരിടത്ത് നിറയ്ക്കുന്ന എന്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു അഗ്നിയുണ്ട്. അതാണ് എന്റെ പ്രശ്നം. അതാണ് എന്റെ ദുഃഖം. ഈ ലോകത്തിന്റെ കമ്പോളത്തിൽ എന്തിനും ഒരു പരിഹാരമുണ്ട്. കൊടുക്കൽ വാങ്ങലുകളാൽ ഗതി നിർണയിക്കപ്പെട്ട ഈ ലോകത്ത് ഏത് വൈഷമ്യത്തിനും ഒരു പ്രതിവിധിയുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ട്. പിന്നെ നീ എന്തിന് വിഷമിക്കണം? പല കാര്യങ്ങളിൽ നിപുണരായ, വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള അനേകർ നോട്ടുകെട്ടുകൾ സമ്പാദിച്ച് എന്തു തരം സേവനവും വിൽക്കപ്പെടുന്ന ഈ ലോകത്ത് നിന്റെ ഈ പ്രശ്നവും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയൂ. മതത്തിന്റെ പിൻഗാമി. പാദത്തിനും അവയ്ക്കും പിശാച് നൽകിയ ആപ്പിൾ ഇപ്പോൾ എന്റെ കൈകളിലുണ്ട്. എന്റെ കൈകളിൽ. എന്ത്? അന്ധകാരത്തിന്റെ ആ വിഷഫലം നിന്റെ കയ്യിൽ നിന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോൾ നിന്റെ ആ കുടുംബം ദൈവം നനച്ച് നട്ടു വളർത്തിയ ആ ചെടി പ്രാണവായു കിട്ടാതെ കീഴുകയായിരുന്നോ? ആ ചെറിയ സമൂഹത്തിന്റെ ഉദരഭാഗം ദൈവത്തോട് ഇപ്പോഴും യാചിക്കുന്നുണ്ടാകുമല്ലേ? നിനക്ക് ആപ്പിൾ വിദൂരതയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിയാൻ സാധിക്കുന്നില്ലെന്നോ? നിന്റെ അഭാവത്താൽ കൃപനഷ്ടമായ കുടുംബത്തിന്റെ ചിന്തകൾ നിന്നെ അലട്ടുന്നില്ലെന്നോ? നിന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എന്ത് സംഭവിച്ചു? അന്ധകാരത്തിൽ പെട്ടുവില്ലെന്നതിനെ പോലെ ആപ്പിളിന്റെ മാധുര്യം നീ ആസ്വദിക്കുന്നുവോ? അതോ പാപത്തിന്റെ ചമർപ്പ് നിന്നെ അസ്വസ്ഥനാക്കുന്നുവോ? പാപത്തിന്റെ ബന്ധനത്താൽ വേർപെട്ടു നിന്ന് മൃതിയുടെ ചിഹ്നമായ ജഡീഹാസ്തികളിൽ മുഴുകി ദൈവകൃപ ലഭിച്ചിരുന്ന എന്റെ കുടുംബത്തിന്റെ കളവേലിൽ വിഷം പകർന്നു നൽകി, ഭീതി ഉളവാക്കി, അസ്വസ്ഥതകൾ ഉളവാക്കി, പൈശാചിക ചിന്തയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞാൻ എന്റെ കുടുംബത്തെ ശിഥിലമാക്കി. അതെ, ഞാൻ പാപത്തിന്റെ പിടിയിലാണ്. നാശത്തിന്റെ ആഴക്കടലിൽ നിന്ന് പ്രതീക്ഷയുടെ തീരത്തേക്ക് പ്രലോഭനങ്ങളാകുന്ന തിരുമാലകളെ നീന്തിക്കിടക്കുവാൻ നിന്റെ കൈകൾക്ക് ശക്തിയില്ലേ? നീ കൃപ നഷ്ടപ്പെടുത്തി നിന്റെ കുടുംബം നാഥനില്ലാതെ തകർച്ചയുടെ വക്കിലെത്തി. നിനക്കൊരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. അതെ, സ്വർഗീയ നാഥന്റെ അടുക്കിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. സംഭവ്യമാകേണ്ട പ്രവൃത്തിയാണ്. ധൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയ മനസ്സോടെ എന്റെ ഉള്ളതിലേക്കാണ് അവിടുന്ന് നിറഞ്ഞ പുറംചട്ട ഞാൻ ഇവിടെ വലിച്ചെറിയുകയാണ് സഹോദരൻ, വലിച്ചെറിയുകയാണ്. എന്റെ ഉള്ളിലെ വൃണാമൃതമായ മുറിവുകളിൽ തൈലാലേപനം നടത്തി നവ ചൈതന്യമാണ്. ഞാൻ പോകുകയാണ് സഹോദരൻ, ഞാൻ പോകുകയാണ്. അതെ, വെളിച്ചത്തിന്റെ പാത ദുർഘടമാണ്. നിന്റെ മനസ്സും ശരീരവും തളരാതെ പ്രാർത്ഥന, അതെ പ്രാർത്ഥനയാൽ നിന്റെ വാളും പരിചയും പടച്ചട്ടയും ശക്തമാക്കണം. അങ്ങനെ നീ നിന്റെ പൈശാചിക ശക്തിയുടെ മേൽ പൈശാചിക ശക്തിയെ പരാജയപ്പെടുത്തി നിന്റെ ജഡികാശക്തിയുടെ മേൽ വിജയം വരിക്കണം. സഹോദര, നീ എങ്ങോട്ടാണ് യാത്രയാവുന്നത്? നീ ലോകത്തോടെ വിളിച്ചു പറ. പാപത്തിന്റെ അന്ധകാരത്തിന്റെ അഗാധ ഗർത്തങ്ങൾ കടന്ന് പ്രകാശത്തിന്റെ കൃപയുടെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കാണെന്ന് നീ ലോകത്തോട് വിളിച്ചു പറ. അതേ സഹോദരനെ, ഞാൻ പോകുകയാണ് എന്റെ നാഥന്റെ അടുക്കലേക്ക്. ഞാൻ കൂടി ചേരുമ്പോൾ പൂർണ്ണമാകുന്ന എന്റെ കൃപ നിറഞ്ഞ കുടുംബത്തിലേക്ക്. കൃപ നിറഞ്ഞ കുടുംബത്തിലേക്ക്. അതെ. കൃപ നിറഞ്ഞ കുടുംബത്തിലേക്ക്.
2 കൗണ്ടറുകൾ നിങ്ങളുടെ ഗ്രോട്ടോയുടെ ഫ്രണ്ടിലും നമ്മളുടെ ചർച്ചിന്റെ ഫ്രണ്ടിലുമായിരിക്കുന്നു. കേരള സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായതും രുചികര